തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ തുടരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ച പറ്റിയെന്നും ചില നേതാക്കൾ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നും വിമർശനം. പാർട്ടി കമ്മിറ്റികളിലെ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന് EP ജയരാജൻ പറഞ്ഞു. സ്വാഭാവികമാണ്, പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. വിമർശനം, സ്വയം വിമർശനം, തെറ്റുകൾ കണ്ടെത്തൽ, തിരുത്തൽ, ശരിയായ നില സ്വീകരിക്കൽ, അത് ഞങ്ങളുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാകുക. അല്ല, ഇത് പാർട്ടിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ സൃഷ്ടിയെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. സാധാരണഗതിയിൽ ഒരു പാർട്ടി നടപടിക്രമം അനുസരിച്ച് ആ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരു പാർട്ടി അംഗവും ഇത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ ഊഹാപോഹം എന്നല്ലാതെ ഞാനെന്ത് പറയാനാ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ EP പറയുന്നത് ഇത് സ്വാഭാവികമായ വിമർശനങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി വരുന്ന വിമർശനങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് ഈ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെല്ലാം വിമർശിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട്, അവർ ഉപയോഗിച്ച വാക്കുകൾ കൊണ്ട് വലിയ തിരിച്ചടി ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനെ വളരെ ഗൗരവമായി തന്നെ പാർട്ടി എടുക്കണ്ടേ? തീർച്ചയായും അനൂപ്, അസിത, വളരെ തീവ്രമായ വിമർശനങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിന്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പിനെ നയിച്ച പിണറായി വിജയനും എതിരെ സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ ഉണ്ടായത്. സമാനമായ അല്ലെങ്കിൽ അതിലും ആഴത്തിലുള്ള വിമർശനങ്ങൾ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഏരിയ കമ്മിറ്റികളിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്, ഘട്ടത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ ഭാഷയും സംസ്ഥാന സെക്രട്ടറിയുടെ ശരീരഭാഷയ്ക്കും എതിരെയാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. സമാനമായ വിമർശനങ്ങൾ ഈ ഏരിയ കമ്മിറ്റി മുതൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ തുടരുകയാണ്. ഈ രണ്ടാം ദിവസം നടന്ന ചർച്ചകളിൽ കടുത്ത വിമർശനം തന്നെ നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്നും അത് പരാജയത്തിന് കാരണങ്ങളിൽ ഒന്നാണ് എന്നുമുള്ള വിമർശനം ഉയർന്നിരിക്കുകയാണ്. നേതാക്കൾ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നു എന്നും ചില സ്ഥാനാർത്ഥികളെ നേതാക്കൾ ഇത്തരത്തിൽ കെട്ടിവെക്കുകയായിരുന്നു എന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലാണ് പാർട്ടി കോട്ട പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമത സ്ഥാനാർത്ഥികൾ രൂപപ്പെട്ടു വന്നത്. അവർ ഉന്നയിച്ചിരുന്ന അതേ ആരോപണം തന്നെ പാർട്ടി കമ്മിറ്റിക്കുള്ളിലും ആരോപണമായി അല്ലെങ്കിൽ വിമർശനമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഈ വിമതർ ഉണ്ടായ ഘട്ടത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല എന്നും അത്തരത്തിൽ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ വിമത നീക്കം തന്നെ ഒഴിവാക്കാമായിരുന്നു എന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ലഞ്ച് ബ്രേക്കിനായി പിരിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ചകൾ നടക്കും. ഈ ഇന്നലെയും ഇന്നുമായി 60ഓളം അംഗങ്ങളാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുക. കേരളത്തിൽ നിന്നും നിരവധി പേർ ഇതിനകം തന്നെ ഈ ചർച്ചകളുടെ ഭാഗമായി സംസാരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾക്കൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറെ പ്രതീക്ഷ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. പാർട്ടിക്ക് അധികാരമുണ്ടായിരുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന അവകാശവാദം സംസ്ഥാന ഘടകം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന് നേരിട്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയെ തിരുത്താനായുള്ള ഇത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളും കേന്ദ്ര കമ്മിറ്റിയിൽ ഉയരുന്നത്. അനൂപ്, അസിത. യെസ്, അത് തന്നെയാണ് അസിത. ഈ വിമർശനങ്ങളെല്ലാം നേതാക്കൾ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് കൃത്യമായി ആ തിരിച്ചടിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒപ്പം തന്നെ ഈ താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങളെ ഒട്ടും തള്ളിക്കളയരുത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളെ മുഖവിലേക്ക് എടുക്കണം. അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി വരുന്ന വെറും പൊള്ള വാചകങ്ങളല്ല എന്നുള്ളത് EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും എന്തായാലും ആ തിരുത്തലുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം നിരന്തരം ഈ യോഗങ്ങളൊക്കെ കൂടുകയും അണികളൊക്കെയും അത് തുറന്നു പറയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.